ഹായ് നമസ്കാരം. എൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ HSA ഫിസിക്കൽ സയൻസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ സിലബസ് മുഴുവൻ അരിച്ചു പറക്കി പഠിക്കുന്ന ക്ലാസ്സുകൾക്കപ്പുറത്തേക്ക് അത് സിലബസ് കംപ്ലീറ്റ് ചെയ്ത ശേഷം അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ മുഴുവൻ സിലബസിനകത്ത് നിന്നുകൊണ്ട് NCERT ടെക്സ്റ്റ് ബുക്കുകളെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചോദ്യപ്പെട്ടി HSA ഫിസിക്കൽ സയൻസിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്ന് ഇതിനോടകം തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. എൻട്രിയുടെ ആപ്പിനകത്താണ് ഇതിൻ്റെ മുഴുവൻ വേർഷനും കിട്ടുക. അതായത് ഓരോ സിലബസ് അടിസ്ഥാനത്തിൽ ഓരോ ടോപ്പിക്കുകളുടെയും NCERT ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളെ ബേസ് ചെയ്തിട്ടുള്ള ആധുനിക കാലത്തെ ഈ കാലഘട്ടത്തിലെ നമ്മുടെ PSCയുടെ എക്സാം രീതിക്കനുസരിച്ചുകൊണ്ടുള്ള രീതിക്കനുസരിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ചോദ്യപ്പെട്ടി. അതും മലയാളത്തിലാണ് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കേണ്ടത് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. അത്തരത്തിലുള്ള ചോദ്യപ്പെട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്, അല്ലെങ്കിൽ ആദ്യത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു സൈഡിൽ നമ്മുടെ എല്ലാ ടീച്ചേഴ്സ് 6 ടീച്ചേഴ്സിൻ്റെ ഒരു ടീം അടങ്ങുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് എൻട്രിയുടെ സിലബസിൻ്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളായിട്ട് ഫിസിക്കൽ സയൻസിൻ്റെ ക്ലാസ്സിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ പാക്കായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി ഓരോ ടോപ്പിക്കുകളുടെയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകാനുള്ള അവസരമാണ് ചോദ്യപ്പെട്ടിയിലൂടെ ലഭിക്കുക. ഇവിടെ ഫിസിക്സും കെമിസ്ട്രിയും പെഡഗോഗിയും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ചോദ്യപ്പെട്ടിയുടെ ഭാഗമായിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് കിട്ടും. ഇതൊരു എക്സ്ട്രാ ആഡഡ് ആയിട്ടുള്ള സാധനമായിട്ടാണ്. അതായത് നമ്മൾ പറഞ്ഞ കോഴ്സിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഫീച്ചറായിട്ടാണ് ഈ ചോദ്യപ്പെട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് LP UP എക്സാമുകളിൽ സൈക്കോളജിയിൽ നമ്മൾ പ്രയോഗിച്ച് വിജയിച്ച ഒരുപാട് പേര് അവർക്ക് ഗുണം ചെയ്തു എന്ന് ഫീഡ്ബാക്ക് പറഞ്ഞ ഒരു പ്രോഗ്രാം ആയിരുന്നു ചോദ്യപ്പെട്ടി എന്ന് പറയുന്നത്. അതുതന്നെയാണ് നമ്മൾ ഫിസിക്കൽ സയൻസ് എക്സാമിന് വേണ്ടിയിട്ടും ആരംഭിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ നീട്ടുന്നൊന്നുമില്ല. ഇവിടെ തിയറി പഠിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് തിയറി പഠിച്ചു കഴിഞ്ഞിട്ട് ഓരോ ടോപ്പിക്കുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അത് പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇന്ന് എടുക്കുന്നത് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അത് കെമിസ്ട്രിയുടെ ആദ്യത്തെ ചാപ്റ്ററുകളിൽ ഇപ്പോൾ +1 ഒക്കെ ടെക്സ്റ്റ് ബുക്കുകൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറ്റം മോഡലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററുകളുണ്ടല്ലേ. ആ ചാപ്റ്ററുകളെ ബേസ് ചെയ്തിട്ട് ഓർഡറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക. നമ്മുടെ ഉണ്ണി സാറിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. വളരെ വിശദമായിട്ട് സിലബസ് അടിസ്ഥാനത്തിൽ NCERT ടെക്സ്റ്റ് ബുക്കിലും ഡിഗ്രി ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകളെ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്, സാറിൻ്റെ ക്ലാസ്സുകൾ. അപ്പോൾ ആപ്പിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ സാറിൻ്റെ ക്ലാസ് കണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ആ ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള സമഗ്രമായിട്ടുള്ള പല ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ഇപ്പുറത്ത് ചോദ്യപ്പെട്ടിയിൽ കിട്ടും. അതേപോലെ ഫിസിക്സിലും കിട്ടും. അങ്ങനെ ആറ്റം മോഡൽ അല്ലെങ്കിൽ അതിൻ്റെ ആ തുടക്കകാലത്തുള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് PSC ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക അതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ഒന്ന് പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ മുഴുവൻ കാണുക. ഇതിൽ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കാഥോഡ് കിരണങ്ങളുടെ സവിശേഷതയിൽ പെടാത്തതേത്? അപ്പോൾ കാഥോഡ് കിരണങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. കാഥോഡ് റേസ്, ആനോഡ് റേസ് ഒക്കെ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി പറയുന്നതാണ്. പോസിറ്റീവ് ആരാണ്, നെഗറ്റീവ് ആരാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി അതിൻ്റെ ഉത്തരം വന്നിട്ടുണ്ടാവണം. തിയറി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അതറിയാം. ഇപ്പോൾ ക്ലാസ് കേട്ടിട്ട് വന്നിട്ടാണ് ഇതിനകത്ത് ഇരിക്കുന്നതെങ്കിൽ അത് എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ടാക്കും എന്നുള്ളതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. കാഥോഡ് കിരണങ്ങൾ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് നീങ്ങുന്നു. ടെലിവിഷൻ ചിത്രനാളികൾ, പിക്ചർ ട്യൂബുകളിൽ കാഥോഡ് കിരണനാളികളാണ്. കാഥോഡ് കിരണങ്ങളിൽ പ്രോട്ടോണുകളുടെ സാന്നിധ്യമുണ്ട്. ഇവ ഇലക്ട്രോഡ് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥങ്ങളുടെയും കാഥോഡ് കിരണനാളിയിൽ എടുത്തിരിക്കുന്ന വാതകത്തിൻ്റെ സ്വഭാവത്തെയും ആശ്രയിക്കുന്നില്ല. അപ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കാഥോഡ് കിരണങ്ങളുടെ സവിശേഷതയിൽ പെടാത്തതേതാണ്? ഒരെണ്ണം പെട്ടിട്ടില്ല. വളരെ സിമ്പിളാണ്. കാഥോഡ് റേസിൻ്റെ ആനോഡ് റേസിൻ്റെ ഡിഫറൻസ് അറിയാവുന്ന ഒരാൾക്കറിയാം. അതിൽ ആരാണ്? പ്രോട്ടോണുകളുടെ സാന്നിധ്യം ഉണ്ടോ? ഇല്ല അല്ലേ. പ്രോട്ടോണുകളുടെ സാന്നിധ്യം അവിടെ ഇല്ല. തീർച്ചയായിട്ടും ഓപ്ഷൻ C ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ബാക്കിയെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ കാഥോഡ് കിരണങ്ങളിൽ പ്രോട്ടോണുകളുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് തെറ്റാണ്. കാഥോഡും ആനോഡും ആരാണ് പോസിറ്റീവ്, ആരാണ് നെഗറ്റീവ്? പഠിച്ചിട്ടില്ലെങ്കിൽ പോയി പഠിക്കണം. നിങ്ങൾക്ക് ഇട്ട് തന്നെയാണ് ഹിൻഡ്. പോയിട്ട് തിയറി പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമാണല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ പ്രോട്ടോണുകളല്ല, പോസിറ്റീവ് ചാർജ് അല്ല അവിടെ ഉള്ളത് എന്ന് നമുക്ക് അറിയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് തന്നെയായിരുന്നു. ഇനിയും ഞാൻ ഇതിന് മുമ്പ് ഒരു ക്ലാസ്സിൽ യൂട്യൂബിലും അത് പറഞ്ഞിട്ടുണ്ട്, അതിന് ആപ്പിനകത്തും ലൈവ് സമയത്തും ഒക്കെ ആവർത്തിച്ച് സ്റ്റുഡൻസിനോട് പറയുന്നൊരു കാര്യമാണ്. ഈ ഒരു സമയത്ത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിൽ പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് PSC മാറ്റി പരീക്ഷിക്കാറുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ HSA എക്സാമിൽ 2016 നമ്മുടെ ഫിസിക്കൽ സയൻസിൻ്റെ എക്സാം അവസാനം നടന്നത്. അതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും. പ്രോബ്ലം ഒക്കെ ചോദിച്ചിട്ട് ഓപ്ഷൻസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും.
പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. ഇപ്പോൾ ചേരുംപടി ചേർക്കാനുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെ വന്നു. ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ. നമ്മുടെ CBSE ഒക്കെ എക്സാമുകളിൽ ഉള്ള ടൈപ്പ് ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ. ഈ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് 4 ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷനിൽ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്ങോട്ട് ഉറപ്പായിട്ടും ഈ ലാസ്റ്റ് നടന്ന ICDSൻ്റെ ഡിഗ്രി ലെവൽ എക്സാമിലും LDCയുടെ 10th ലെവൽ എക്സാമിലും ഒക്കെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അവസാന ഘട്ടങ്ങളിൽ നടന്ന എക്സാമുകളിലെല്ലാം ആവർത്തി ചോദിക്കുന്നതാണ്. വളരെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇനി PS ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഫിസിക്കൽ സയൻസിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ എക്സാമുകളിലും HSAയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. E/ME = 1.758820 × 10⁻11 കൂളം കിലോഗ്രാം റേസ് ടു -1 എന്ന മൂല്യം കണ്ടെത്തിയത് JJ തോംസൺ ആണ്. അപ്പോൾ ഒരു അസേർഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നു. അതിൻ്റെ റീസൺ ആയിട്ട് വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുകയാണ്. വൈദ്യുതി അല്ലെങ്കിൽ കാന്തിക ക്ഷേത്രത്തിൽ ഇലക്ട്രോണുകൾക്ക് ഉണ്ടാകുന്ന വ്യതിയാനം കൃത്യമായ അളവുകൾ കണക്കിലെടുത്തത് തോംസൺ ആണ്. ഇതിലൂടെ E/ME മൂല്യം തോംസൺ കണ്ടെത്തി. അപ്പോൾ ഇത് ശരിയാണോ, അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ താഴെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. എന്നിട്ട് 4 ഓപ്ഷൻസ്. സാധാരണ അസേർഷൻ റീസൺ ക്വസ്റ്റ്യനുകളിലെല്ലാം ഈ ഓപ്ഷൻ കോമൺ ആണ്. Aയും Rഉം ശരിയാണ്. Rൻ്റെ ശരിയായ വിശദീകരണവുമാണ്. Aയും Rഉം ശരിയാണ്, പക്ഷേ Aയുടെ ശരിയായ വിശദീകരണമല്ല. A ശരിയാണ്, R തെറ്റാണ്. Aയും Rഉം തെറ്റാണ്. ഇതിലേതാണ് ശരിയായിട്ടുള്ള കാര്യം ഒന്ന് വായിച്ചു നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഈ E/ME റേഷ്യോ എന്ന് പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആശയമാണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻസ് മുഴുവൻ, ഇന്നത്തെ ഡിസ്കസ് ചെയ്യുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസും NCERT ടെക്സ്റ്റ് ബുക്കുകളിലെ ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിനകത്തെ കണ്ടൻറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ Aയും Rഉം ശരിയാണ്. ആ റീസൺ എന്ന് പറയുന്ന അസേർഷൻ്റെ ശരിയായിട്ടുള്ള വിശദീകരണമാണ്. അവിടെ കൊടുത്തിരുന്ന പോലെ നമ്മുടെ JJ തോംസൺ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നതും. അതേപോലെ തന്നെ വൈദ്യുതി അല്ലെങ്കിൽ കാന്തിക ക്ഷേത്രത്തിൽ ഇലക്ട്രോണുകൾക്ക് ഉണ്ടാകുന്ന വ്യതിയാനം കൃത്യമായി അളന്നുകൊണ്ട് അതിനെ കണക്കിലെടുത്തുകൊണ്ട് ഈ വാല്യൂ കണ്ടെത്തിയത്. ഇതിൻ്റെ വാല്യൂ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ HSAയിലൊക്കെ വാല്യൂസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1.758820 × 10⁻11 എന്നുള്ളതാണ് അവിടുത്തെ വാല്യൂ. അത് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചേരുംപടി ചേർക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വരുന്നുണ്ട് ചേരുംപടി ചേർക്കാനായിട്ട്. നമുക്ക് നോക്കാം. ഇലക്ട്രോൺ മാസ്, പ്രോട്ടോൺ മാസ്, ന്യൂട്രോൺ മാസ്. എന്നിട്ട് ഇവിടെ വാല്യൂസ് വന്നിട്ടുണ്ട്. 0.0054 AMU, 1.00727 AMU, 1.00867 AMU അറ്റോമിക് മാസ് യൂണിറ്റിലുള്ള വാല്യൂസ് തന്നിട്ടുണ്ട്. എന്നിട്ട് 4 ഓപ്ഷൻസ് തന്നിരിക്കുന്നു. നിങ്ങൾ നോക്കുക, നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ മാസ് ഉള്ള ആരാണെന്ന് നിങ്ങൾക്കറിയാം. അയാളെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ചെറിയ വ്യത്യാസമുള്ളല്ലേ ഇവർ രണ്ടുപേരും തമ്മിൽ. അപ്പോൾ ചെറിയ വ്യത്യാസം ആർക്കാണ് കൂടുതലെന്നൊക്കെ നിങ്ങൾക്കറിയാം. അത് വെച്ചിട്ട് വേണം അതിൻ്റെ ആൻസർ എഴുതാൻ. ഏറ്റവും മാസ് കുറഞ്ഞത് ആരാണെന്ന് നിങ്ങൾക്കറിയാം. അത് ഇലക്ട്രോൺ ആണെങ്കിൽ നമുക്ക് ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലേ, ഏറ്റവും കുറവ് കാണിച്ചിരിക്കുന്നത് അതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ A1 എന്നുള്ളതായിരിക്കും ഓപ്ഷൻ. അപ്പോൾ ഈ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. A1 എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അതിലേതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ? A1, B2, C3 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അതായത് ഇലക്ട്രോൺ മാസ് 0.0054 AMU ആണ്. പ്രോട്ടോൺ മാസ് 1.00727 AMU ആണ്. ചെറിയൊരു പൊടിക്ക് വ്യത്യാസം കൂടുതലുള്ളത് ന്യൂട്രോണിനാണ്, 1.00867 AMU ആണ്. അപ്പോൾ ഡയറക്റ്റ് സ്ട്രൈറ്റ് തന്നെയാണ് തന്നിരുന്നത്. ഒരു ഡൗട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നതാണ് അങ്ങനെ. അപ്പോൾ കറക്റ്റായിട്ട് വാല്യൂ അറിയാവുന്ന ഒരാൾക്കാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ എഴുതാനായിട്ട് സാധിക്കും. മാത്രമല്ല നിങ്ങൾക്ക് എന്താ പറയുക, ആദ്യം കുറച്ച് ഓപ്ഷൻസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആൻസർ എഴുതാനായിട്ടുള്ള രീതിയിൽ എലിമിനേഷൻ മെത്തേഡിലും ഇത് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇലക്ട്രോൺ ഏറ്റവും കുറവാണെന്ന് പറഞ്ഞാൽ അത് കിട്ടും. പിന്നെ ഈ കൂട്ടത്തിൽ മാസ് കൂടുതലുള്ള ന്യൂട്രോൺ ആണ് ചെറിയ രീതിയിലെങ്കിലും എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ വ്യത്യാസം നോക്കിക്കൊണ്ട് അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ B2, C3 എന്നുള്ള ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, വീണ്ടും NCERT ടെക്സ്റ്റിലെ വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ പറയണം. Mn ന്യൂട്രോണുകളുടെ മാസും Me ഇലക്ട്രോൺ മാസും ആയിരുന്നാൽ Mn/Me എന്ന് പറയുന്നത് എത്രയാണ്? 1836, 1839, 1 ഇൻഫിനിറ്റി. Mn/Me മാസ് ഓഫ് ന്യൂട്രോൺ ബൈ മാസ് ഓഫ് ഇലക്ട്രോണിൻ്റെ വാല്യൂ NCERT ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട വാല്യൂ അത് 1839 എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോ. ഇങ്ങനത്തെ ചില വാല്യൂസൊക്കെ ചോദിക്കാറുണ്ട്, ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. കോൺസ്റ്റൻറ്റുകളുടെ വാല്യൂ ഒക്കെ ചോദിക്കുന്നതാണ്. കനാൽ കിരണങ്ങൾ എന്നറിയപ്പെടുന്നത് നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ, പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ, ചാർജ് ഇല്ലാത്ത കണങ്ങൾ ഇവയൊന്നുമല്ല. കനാൽ റേസ് ഇമ്പോർട്ടൻ്റ്. ആറ്റം മോഡലൊക്കെ പഠിക്കുന്ന സമയത്ത് ആദ്യം പറയുന്ന കനാൽ റേസിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. നമ്മുടെ ഉണ്ണിസാറിൻ്റെ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് സാർ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. എന്താണ് കനാൽ റേസ് എന്ന് പറയുന്നത്? പോസിറ്റീവ് ചാർജുള്ള കണങ്ങളാണ്. ഓപ്ഷൻ B ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. ദെൻ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചേരുംപടി ചേർക്കുക. വീണ്ടും ചേരുംപടി ചേർക്കുക. മാച്ച് ദ ഫോളോയിങ് ആണ്. അവിടെ ഒരു 4 സയൻറ്റിസ്റ്റുകളുടെ പേര് തന്നിട്ടുണ്ട്. ഗോൾഡ്സ്റ്റെയിൻ, മിലിക്കൺ, ചാഡ്വിക്, തോംസൺ. ഇപ്പുറത്ത് ഇലക്ട്രോൺ ചാർജ്, ന്യൂട്രോൺ, പ്രോട്ടോൺ, E/ME അനുപാതം.
ഇതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കറിയാം ആരാണ് E/ME അനുപാതം കണ്ടുപിടിച്ചതെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കറിയാം. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട ആളാരാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നുണ്ട്, അത് കണ്ടുപിടിക്കാം. പിന്നെ മിലിക്കണ്ടെ എന്താണ് ഓരോന്ന് പറഞ്ഞാലേ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. മിലിക്കണ്ട് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് വഴി അദ്ദേഹം കണ്ടുപിടിച്ച എന്താണ്? ഇതിനകത്തൊരു കാര്യം കിടപ്പുണ്ടല്ലോ. ദെൻ ചാഡ്വിക്ക് കണ്ടുപിടിച്ച എന്താണ്? ഗോൾഡ്സ്റ്റൈനുമായിട്ട് ബന്ധപ്പെട്ട എന്താണ്? എന്തായാലും ഏതെങ്കിലും ഒരെണ്ണം അറിയാമെങ്കിൽ നമുക്കിപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറയാം. ഈ E/M റേഷ്യോ കണ്ടുപിടിച്ച തോംസൺ ആണെന്ന് തൊട്ട് മുമ്പ് കണ്ടതുകൊണ്ട് D4 എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ ഓപ്ഷൻ അല്ലേ. അപ്പോൾ എലിമിനേഷൻ മെത്തേഡ് വഴി ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു. ഇനി D4 അടുത്തത് ചാഡ്വിക്ക് ന്യൂട്രോൺ കണ്ടുപിടിച്ചു. ചാഡ്വിക്ക് ന്യൂട്രോൺ കണ്ടുപിടിച്ചു. C2 ആണ്. അപ്പോൾ ഇതും പോയി. പിന്നെ ആൻസർ ഏതേ ഉള്ളൂ? ഓപ്ഷൻ സി ആണ്. കണ്ടോ, അവിടുന്ന് രണ്ട് എലിമിനേഷൻ മെത്തേഡ് രണ്ടെണ്ണം അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസറിലേക്ക് എഴുതാൻ പറ്റും. അവിടെ ഗോൾഡ്സ്റ്റൈൻ എന്ന് പറയുന്നത് പ്രോട്ടോണുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവ് ചാർജുള്ള സാധ്യതകൾ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള ഒരു കണികയുടെ പ്രാധാന്യം അതിൻ്റെ പ്രസൻസ് ഒക്കെ ആദ്യമായിട്ട് പറയുന്നത് ഗോൾഡ്സ്റ്റൈൻ ആയിരുന്നു. പിന്നീട് റൂദർഫോർഡ് ആറ്റം മോഡലിൽ പ്രോട്ടോൺ എന്നുള്ള പേരൊക്കെ അതിനിട്ട് കൊടുക്കുന്നുണ്ട്. എനിവേ മിലിക്കണ്ട് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിലൂടെ അദ്ദേഹം ഇലക്ട്രോൺ ചാർജ് കണ്ടെത്തുന്നു. ചാഡ്വിക്ക് ന്യൂട്രോൺ കണ്ടെത്തുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളതാണ്. ദെൻ തോംസൺ E/ME അനുപാതം കണ്ടെത്തുന്നു. ഇതോടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി തോംസൺ മോഡലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? തോംസൺ മോഡലുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത്? 1898 J.J. തോംസൺ നിർദ്ദേശിച്ചതനുസരിച്ച് ഒരാറ്റത്തിന് ഗോളാകൃതിയാണുള്ളത്. ശരിയാണോ? ആറ്റത്തിൻ്റെ ഏത് മോഡലാണല്ലേ? തോംസണിൻ്റെ മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ തണ്ണിമത്തനും പ്ലബ് പുഡിങ്ങും ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതിൽ ഒരു സ്പെറിക്കൽ ഷേപ്പായിരുന്നു. ശരി, ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് ഏകദാനമായി വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. യൂണിഫോം ആയിട്ട് പോസിറ്റീവ് ചാർജ് തണ്ണിമത്തനകത്തെ കുരുക്കളെ പോലെ പുഡിങ്ങിനകത്തെ പ്ലമ്മിനെ പോലെയൊക്കെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആറ്റത്തിൻ്റെ മൊത്തത്തിലുള്ള നിർവീര്യത വിശദീകരിക്കുവാൻ ഈ മാതൃക പരാജയപ്പെട്ടു. ആറ്റത്തിൻ്റെ മാസ് ഒരേ അളവിൽ ആറ്റത്തിൽ മുഴുവൻ വിതരണം ചെയ്യപ്പെടുന്നതായി കരുതുന്നതാണ് ഈ മാതൃകയുടെ പ്രധാന സവിശേഷത. ഇതിൽ ഒരെണ്ണം തെറ്റാണ്. ഒരു തെറ്റായ പ്രസ്താവനയുണ്ട്. അതേതാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അത് ഓപ്ഷൻ സി ആണ്. ആറ്റത്തിൻ്റെ മൊത്തത്തിലുള്ള നിർവീര്യത വിശദീകരിക്കാൻ ഈ മാതൃക പരാജയപ്പെട്ടു എന്നുള്ള തെറ്റാണ്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്പിയറിനകത്ത് നെഗറ്റീവ് ചാർജുകൾ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് അതിൻ്റെ നിർവീര്യതയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ആറ്റത്തിൻ്റെ മാസ് ഒരേ അളവിൽ ആറ്റത്തിൽ മുഴുവൻ ഇങ്ങനെ വിതരണം ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ബാക്കി അദ്ദേഹത്തിൻ്റെ സ്പെറിക്കൽ ഷേപ്പും അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞത് ശരിയാണ്. ഇത് മാത്രം അവിടെ തെറ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ തോംസണിൻ്റെയൊക്കെ മോഡൽ വിശദമായിട്ട് പഠിച്ച ഒരാൾക്ക് മാത്രമേ ജസ്റ്റ് പ്ലം പുഡിംഗ് മാതൃക അതിനകത്ത് ഇലക്ട്രോൺ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു എന്ന് മാത്രം പഠിച്ചാൽ പോരാ. നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിനകത്തെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും നോക്കി വേണം പോകാനായിട്ട്, അതിനെ മനസ്സിലാക്കി വേണം പോകാനായിട്ട്. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ പറ്റണം. അതിനാണ് ചോദ്യപ്പെട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുക. പല ടൈപ്പ് ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വീക്കായി പഠിച്ചിട്ടുള്ള ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കാനും അത് കൂടുതൽ മനസ്സിലാക്കി പഠിക്കാനും നിങ്ങളെ സഹായിക്കും. നിങ്ങൾ വീണ്ടും തിയറി എടുത്ത് നോക്കുക. ഈ ക്ലാസ് കാണുന്ന ഒരാൾ ഉണ്ണിസാറിൻ്റെ ആറ്റം മോഡലിൻ്റെ ക്ലാസ് വീണ്ടും പോയിട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഓരോ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യുമ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് എൻട്രി നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ചോദ്യപ്പെട്ടിലൂടെയൊക്കെ വെക്കാനായിട്ട് പോകുന്നത്. എത്രയും പെട്ടെന്ന് ആ കോഴ്സിൻ്റെ ഒക്കെ ഭാഗമാകാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാതകങ്ങളിൽ കൂടിയുള്ള വൈദ്യുത ചാലനത്തിൻ്റെ സൈദ്ധാന്തികവും പരീക്ഷണാത്മകവുമായ അന്വേഷണങ്ങൾക്ക് J.J. തോംസൺ ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച വർഷം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച 4 പ്രധാനപ്പെട്ട ഇയറുകളായി കൊടുത്തിരിക്കുന്നത്. 1898, 1906, 1921, 1930. അതിലേതാണ് J.J. തോംസൺ ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം കിട്ടിയത്? വാതകങ്ങൾ കൂടിയുള്ള വൈദ്യുത ചാലനത്തിൻ്റെ സൈദ്ധാന്തികവും പരീക്ഷണാത്മകവുമായ അന്വേഷണങ്ങൾക്കാണ് കിട്ടിയതെന്നുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാണ്. ഇതും ക്വസ്റ്റ്യനായിട്ട് സ്റ്റേറ്റ്മെൻറ്റായിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. ആ വർഷം ചോദിക്കാം. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോബൽ സമ്മാനങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. പെഡഗോഗിയുടെ ഭാഗമായിട്ട് വേണം ചോദിക്കാം. സയൻറ്റിസ്റ്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 1906 സംഭവിക്കുന്നത്. ഇത് മേരി ക്യൂറി, പിയറി ക്യൂറി അവർക്ക് കിട്ടിയതാണ് 1898. 1921 എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ നോബൽ സമ്മാനം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ നേടിയ വർഷമാണ് 1921. പിന്നെ 1930 ഇന്ത്യക്കാരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. C.V. രാമനുമായിട്ട് ബന്ധപ്പെട്ട വർഷങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ J.J. തോംസണ് നമ്മുടെ നോബൽ സമ്മാനം കിട്ടിയത് 1906 എന്നുള്ളത് അറിഞ്ഞിരിക്കാം. വീണ്ടും ചേരുംപടി ഇറക്കാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തെ സെറ്റിലും രണ്ടാമത്തെ സെറ്റിലുള്ളത് തമ്മിൽ കമ്പയർ ചെയ്യുക. ഗാമ കണങ്ങൾ, ആൽഫ കണങ്ങൾ, ബീറ്റ കണങ്ങൾ, ഹീലിയം ന്യൂക്ലിയസ് നെഗറ്റീവ് ചാർജ് തുളച്ചു കയറാനുള്ള ശക്തി കൂടുതൽ. ഏതെങ്കിലും ഒരെണ്ണം അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. തുളച്ചു കയറാനുള്ള ശക്തി കൂടുതൽ ആൽഫയ്ക്കാണോ ബീറ്റയ്ക്കാണോ ഗാമയ്ക്കാണോ? തീർച്ചയായിട്ടും അത് അറിഞ്ഞിരിക്കണം. ഗാമ റേസിനാണ് ഏറ്റവും തുളച്ചു കയറാനുള്ള ശക്തിയുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ A യുടെ 3 ആണ്. അത് 2 ഓപ്ഷനേ ഉള്ളൂ. ബാക്കി രണ്ടും ക്യാൻസൽ ചെയ്യാം. A യുടെ 3 അല്ലേ?
ഇനി ആൽഫ കണങ്ങൾ അതാണോ ഹീലിയം ന്യൂക്ലിയസ് അതോ നെഗറ്റീവ് ചാർജ്, ആൽഫയ്ക്കാണോ ബീറ്റയ്ക്കാണോ നെഗറ്റീവ് ചാർജ് എന്ന് അറിഞ്ഞാൽ അതിൻ്റെ ആൻസറായി ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ആൽഫ കണങ്ങൾ ഹീലിയം ന്യൂക്ലിയസിന് സമാനമായിട്ട് നിൽക്കുമ്പോൾ ബീറ്റ കണങ്ങൾക്ക് നെഗറ്റീവ് ചാർജ് ആണുള്ളതെന്ന് അറിയാം. അതാണ് അവിടുത്തെ ആൻസറായിട്ട് വരിക. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കമൻറ്റ് ചെയ്യാം. ചോദ്യപ്പെട്ടിയിൽ നമ്മൾ അങ്ങനെയാണ് ഡിസ്കസ് ചെയ്ത് പോകാറ്. ഓരോ വീഡിയോയുടെ അടിയിലും വരുന്ന കമൻറ്റൊക്കെ വെച്ചിട്ട് വീണ്ടും നമ്മൾ ആ ക്വസ്റ്റിനെ ഒന്ന് റീപോളിഷ് ചെയ്തൊക്കെ എടുത്തിട്ട് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പല രീതിയിലൊക്കെ ഡിസ്കസ് ചെയ്ത് ഏറ്റവും എഫക്റ്റീവായിട്ട് പോകുന്ന രീതി തന്നെയാണ് നമ്മൾ അവലംബിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. പോസിറ്റീവ് ചാർജും ആറ്റത്തിൻ്റെ മാസിൻ്റെ ഭൂരിഭാഗവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. സൗരയൂഥ മാതൃകയോട് സാദൃശ്യപ്പെടുത്തിയ മാതൃകയാണിത്. ഇലക്ട്രോണുകളെയും ന്യൂക്ലിയസിനെയും ഒരുമിച്ച് നിർത്തുന്നത് വൈദ്യുതകാന്തിക ബലങ്ങളാണ്. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കുക. ഇവിടെ 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരിക അല്ലേ. പോസിറ്റീവ് ചാർജും ആറ്റത്തിൻ്റെ മാസിൻ്റെ ഭൂരിഭാഗം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. നമുക്കറിയാം പോസിറ്റീവ് ആയിട്ടുള്ള പ്രോട്ടോണും പിന്നെ ന്യൂട്രോണുകളും അതിനകത്താണ്. 2ൻ്റെ മാസാണ് മെജോറിറ്റി മാസും ആറ്റത്തിൻ്റെ മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് സെൻട്രലാണ്. ശരിയാണ്. സൗരയൂഥത്തിൻ്റെ സോളാർ സിസ്റ്റത്തോട് എന്താ പറയുക മാതൃകാപരമായിട്ട് നിൽക്കുന്ന സെൻട്രൽ ന്യൂക്ലിയസ്, സണ്ണിന് സ്ഥാനത്ത് ന്യൂക്ലിയസും ഓർബിറ്റിലൂടെ ഇലക്ട്രോണുകൾ പ്ലാനറ്റിനെ പോലെ റിവോൾവ് ചെയ്യുന്നു. ഇതൊക്കെ ഏകദേശം സമാനമായിട്ട് വരുന്നു. ഇലക്ട്രോണുകളെയും ന്യൂക്ലിയസിനെയും ഒരുമിച്ച് നിർത്തുന്ന വൈദ്യുത കാന്തിക ബലങ്ങളല്ല കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നൊരു സംഭവം അവിടെ വരുന്നില്ലല്ലോ. സ്റ്റാറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ഇൻഫ്ലുവൻസ് മാത്രമേ ഉള്ളൂ, ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജൊക്കെ ഉള്ളൂ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ അത് ഒരിക്കലും വൈദ്യുത കാന്തിക ബലങ്ങൾ എന്ന് പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് വന്നിരിക്കുന്നത്. 1ഉം 2ഉം മാത്രം ശരിയായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത തെറ്റായ പ്രസ്താവന ഏത്? നേരത്തെ ചോദിച്ചത് നോക്കൂ, ശരിയായ പ്രസ്താവനയായിരുന്നു. ഇനി തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കണം. തെറ്റായ പ്രസ്താവനകൾ ഏത്? ആറ്റത്തിൻ്റെ സ്ഥിരത വിശദീകരിക്കുന്നതിൽ റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃക പരാജയപ്പെട്ടു. ആറ്റത്തിലെ ഇലക്ട്രോണുകളെയും ക്രമീകരണം വിശദീകരിക്കാൻ റൂദർഫോർഡിൻ്റെ മാതൃകയ്ക്ക് സാധിച്ചില്ല. റൂദർഫോർഡിൻ്റെ മാതൃക വഴി ഹൈഡ്രജൻ സ്പെക്ട്രം മാത്രമേ വിശദീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തെറ്റായ പ്രസ്താവനകൾ ഏതെന്നുള്ളതാണ് ചോദ്യം. ആറ്റത്തിൻ്റെ സ്ഥിരത വിശദീകരിക്കുന്ന റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃക പരാജയപ്പെട്ടോ? അപ്പോൾ ഓരോ ആറ്റം മോഡലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ലേ. അതിനകത്ത് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി അറിയാമെന്നുള്ളത്, നിങ്ങൾ ഒരു ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ ഫ്ലോ എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് ഓർബിറ്റിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് സർക്കുലർ പാത്തിലാണെങ്കിൽ അതിനൊരു അക്സലറേഷൻ ഉണ്ടാകുമെന്നും അങ്ങനെ അക്സലറേറ്റ് ചെയ്യുന്ന ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്, എനർജി റേഡിയേറ്റ് ചെയ്ത് പുറത്തേക്ക് വിടുമെന്നും അവസാനം അത് ന്യൂക്ലിയസിൽ വന്ന് വീണ് ഇല്ലാണ്ടായി പോകുന്ന നശിച്ചു പോകുന്നതാണ് ആ ഒരു ആശയത്തിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അത് അങ്ങനെ സംഭവിക്കുന്നില്ല. പക്ഷേ അതെങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നതിന് റൂദർഫോർഡിന് സാധിച്ചില്ല. സോ അവിടെ നമുക്ക് എന്താണ്, അത് അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇലക്ട്രോണുകളുടെയും ക്രമീകരണം വിശദീകരിക്കാനായിട്ട് റൂദർഫോർഡിൻ്റെ മാതൃകയ്ക്ക് സാധിച്ചില്ല. റൂദർഫോർഡിൻ്റെ മാതൃക വഴി ഹൈഡ്രജൻ സ്പെക്ട്രം മാത്രമേ വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ ഏതോ ഒരെണ്ണം തെറ്റാണ് അല്ലേ. ഏതാണ് തെറ്റായിട്ടുള്ള? 1ഉം 3ഉം 1ഉം 2ഉം 2ഉം 3ഉം 3 മാത്രം. ഏതാണ്? 3 മാത്രമാണ് അവിടുത്തെ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. ബാക്കി അവിടെ ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ന്യൂക്ലിയോണുകളുടെ ആകെ എണ്ണമെന്ന് പറയുന്നത് ആറ്റോമിക സംഖ്യ, മാസ് സംഖ്യ, ന്യൂക്ലിയോൺ സംഖ്യ, വാലൻസി. ന്യൂക്ലിയോണുകൾ എന്ന് പറയുമ്പോൾ തന്നെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്ത് ഉള്ള ആളുകളാണ് എന്ന് നിങ്ങൾക്കറിയാം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്തൊക്കെ ആരൊക്കെയാണ് ഉള്ളത്? അതവിടെ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ഇലക്ട്രോൺ അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ടോട്ടൽ മാസ് എൻ്റയർലി ഭൂരിഭാഗം മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന അവിടെയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ന്യൂക്ലിയോണുകളുടെ ആകെ എണ്ണമെന്ന് പറയുന്നതിനെ ആറ്റോമിക സംഖ്യ എന്നാണോ, മാസ് സംഖ്യ എന്നാണോ, ന്യൂക്ലിയോൺ സംഖ്യ എന്നാണോ, വാലൻസി എന്നാണോ വിളിക്കുക? തീർച്ചയായിട്ടും അതിനെ മാസ് സംഖ്യ എന്നുള്ളതാണ് വിളിക്കുക. ഇതൊരു LP UP എക്സാം ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അത് വളരെ നിസ്സാരമാണെന്ന് വിചാരിച്ച് കളയുകയും ചെയ്യരുത്. കാരണം ഇതിന് മുമ്പ് നടന്ന ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് എക്സാമിൽ ഇത്തരത്തിൽ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ബേസ് ലെവലിൽ നിന്ന് സ്കൂൾ ലെവൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വേണം നമ്മൾ പഠിച്ചു തുടങ്ങാനായിട്ട് ഡിഗ്രി ലെവൽ വരെ ഉയരാനായിട്ട്. ഹയർ സെക്കൻഡറി മുഴുവനായിട്ടും പഠിച്ചിരിക്കണം. ഡിഗ്രി ലെവലിൽ സെലക്ട് ആയിട്ടുള്ള ടോപ്പിക്കും പഠിച്ചിരിക്കണം. അതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. ഇനി C614, N714 എന്നിവ ഡാഷിന് ഉദാഹരണമാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ഈ 14 14 ഒരുപോലെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ആരാണ് അവർ. ഐസോ ബാറുകളാണോ, ഐസോടോപ്പുകളാണോ, ഐസോടോണുകളാണോ, ന്യൂക്ലിയോണുകളാണോ? ഇതൊന്നും ഞാൻ വിശദീകരിക്കേണ്ട കാര്യം പോലും ഇല്ല. വീണ്ടും ഞാൻ പറയുന്നത്, ഒരു LP UP എക്സാമുകളുടെ ലെവലിലുള്ള ക്വസ്റ്റ്യൻ മാത്രമേ അതുള്ളൂ. ഇത് ഈ ഒരു ലെവലിൽ നമ്മൾ LP UPക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പോലും പഠിക്കേണ്ടതാണ്. സോ ഐസോടോപ്പ്, ഐസോബാർ, ഐസോടോണൊക്കെ ആരാണെന്ന് അറിയുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ആൻസർ അറിയാൻ പറ്റും. ഐസോ ബാറുകളുടെ എക്സാമ്പിളാണ് എന്ന് നമുക്കറിയാം. ഐസോ ബാറുകൾക്കും ഐസോടോപ്പുകൾക്കും ഐസോടോണുകൾക്കും ഒക്കെയുള്ള എക്സാമ്പിൾ ഓർത്തിരിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ഇഷ്ടം പോലെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. തിയറിയിൽ വളരെ വിശദമായിട്ട് ഉണ്ണിസാർ നിങ്ങൾക്കത് എടുത്തു തന്നിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം, ഐസോടോപ്പുകൾ തമ്മിലുള്ള വ്യത്യാസത്തിന് കാരണം ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ വ്യത്യാസം, ഇലക്ട്രോണുകളുടെ വ്യത്യാസം, ന്യൂക്ലിയസിലെ ന്യൂട്രോണുകളുടെ വ്യത്യാസം ഇവയൊന്നുമല്ല. അപ്പോൾ ഐസോടോപ്പുകൾ ഐസോ ബാർ കഴിഞ്ഞു അല്ലേ. ഐസോടോപ്പുകൾ തമ്മിലുള്ള വ്യത്യാസത്തിന് കാരണം ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ വ്യത്യാസമാണോ,
ഇലക്ട്രോണാണ്, ന്യൂക്ലിയസിലെ ന്യൂട്രോണുകളുടെ വ്യത്യാസമാണോ? തീർച്ചയായിട്ടും അതും അറിഞ്ഞിരിക്കണം. ഇതും ഒരു UP ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റിനേ ഉള്ളൂ. ന്യൂക്ലിയസിലെ ന്യൂട്രോണുകളുടെ വ്യത്യാസം ബേസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. പ്രോബ്ലംസ് അടക്കമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മറ്റ് സെഷനിൽ ഇത് ഏറ്റവും ബേസ് ക്വസ്റ്റ്യൻസാണ് ശരിക്കും ഇന്ന് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പല വെറൈറ്റി ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ ചോദ്യപ്പെട്ടിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആപ്പിൽ ലഭ്യമാവും. തീർച്ചയായിട്ടും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ നിങ്ങൾക്കത് സഹായകമായിരിക്കും. ന്യൂക്ലിയസിലെ ന്യൂട്രോണുകളുടെ വ്യത്യാസമാണ് അവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. അടുത്തത് ഭൂമിയിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ്. ഭൂമിയിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണുന്ന ഐസോട്ടോപ്പ് ഏതാണ്? ഹൈഡ്രജൻ്റെ 3 പ്രധാനപ്പെട്ട ഐസോട്ടോപ്പുകൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യത്തെയൊക്കെ അറിയാം. അതിൽ ട്രിഷ്യം, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ഇവരൊന്നുമല്ല. ഏറ്റവും കുറഞ്ഞ അളവിൽ കാണുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് എന്ന് പറയുന്ന ആരാണ്? അത് ട്രിഷ്യമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഡയറക്റ്റ് ഫാക്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. വീണ്ടും ഒരു പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന ഏത്? ഏറ്റവും കൂടുതലായി കാണുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയമാണ്. ഒരേ ആറ്റോമിക സംഖ്യയും വ്യത്യസ്ത മാസ് സംഖ്യയുമുള്ള ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. ഒരു മൂലകത്തിൻ്റെ എല്ലാ ഐസോട്ടോപ്പുകളും വ്യത്യസ്ത രാസ സ്വഭാവം കാണിക്കുന്നു. ഇവിടെ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 2, 3, 2, 1, 3, 1, 2 മാത്രം. ഇവിടെ തീർച്ചയായിട്ടും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ 2 മാത്രമാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. അതായത് ഒരേ ആറ്റോമിക സംഖ്യയും വ്യത്യസ്ത മാസ് സംഖ്യയുമുള്ള ആറ്റങ്ങൾ ഐസോട്ടോപ്പുകൾ എന്ന് വിളിക്കുന്നു. ഒരു മൂലകത്തിൻ്റെ എല്ലാ ഐസോട്ടോപ്പുകളും വ്യത്യസ്ത രാസസ്വഭാവം കാണിക്കുന്നുള്ള തെറ്റാണ്. ഒരേ രാസസ്വഭാവം കാണിക്കുന്നതാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ സെൻറ്റൻസ് അങ്ങനെ തന്നെ പഠിക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ സെൻറ്റൻസുകൾ വെച്ചിട്ട് തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നു അങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടീരിയമാണ് എന്നുള്ളത് തെറ്റാണ്. കാരണം നമ്മൾ നേരത്തെ കണ്ടു ട്രിഷ്യമാണ് ഏറ്റവും കുറവ്, പിന്നെ പ്രോട്ടിയമാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. പ്രോട്ടിയമാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. BR3580 ഇതിലെ ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളായിട്ട് ബേസിക് അറിയാവുന്ന ആൾക്കാർക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്ന ആൻസറേ ഉള്ളൂ. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മതി. അവിടെ എടുക്കുന്ന സമയത്ത് ആൻസർ എത്രയാണ്? 45 ആണ് ആൻസറായിട്ട് വരിക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ഡയറക്റ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഉറപ്പായിട്ടും പോയി പഠിച്ചോണം. വളരെ സിമ്പിളാണ്. തിയറിയിൽ ഇത് വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുമ്പിലേക്ക്, കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതേപോലെ ഫിസിക്സിൻ്റെയും പെഡഗോഗിയുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദ്യപ്പെട്ടിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ എൻട്രിയുടെ ആപ്പിനകത്ത് HSA ഫിസിക്കൽ സയൻസിൻ്റെ 2.0 കോഴ്സിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാവുക. ഇതിൻ്റെ മാതൃക ക്ലാസ്സുകൾ അല്ലെങ്കിൽ മാതൃക ചോദ്യങ്ങൾ നമ്മൾ യൂട്യൂബിലും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ എൻട്രിയുടെ കോഴ്സിന് ജോയിൻ ചെയ്താൽ കേവലം നമ്മളുടെ സിലബസ് മുഴുവനായി തീർക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അത് മുഴുവൻ നിങ്ങൾക്ക് തീർത്ത് തരും. മൊത്തം പഠിക്കാൻ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് 150 ദിവസം കൊണ്ട് തീർക്കുന്ന രീതിയിലുള്ള കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം ഒരുപാട് മോക്ക് എക്സാംസും ലൈവ് എക്സാംസും ഒരു HSA എക്സാമിൻ്റെ അതേ മാതൃകയിലുള്ള പല എക്സാമുകളും എഴുതാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രോഗ്രസ് കാർഡും നിങ്ങൾക്ക് ലഭ്യമാവും. നിങ്ങൾ വീക്കായിട്ടുള്ള പോർഷൻസ് ഏതാണ് കണ്ടെത്താനായിട്ട് അത് സഹായിക്കും. അതിനൊക്കെ അപ്പുറത്തേക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും നീറ്റ് കീം പോലുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതേപോലെ മാതൃകാ ക്വസ്റ്റ്യൻ പേപ്പറുകളും NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള പ്രസ്താവന ടൈപ്പ്, അസേർഷൻ റീസൺ ടൈപ്പ്, ചേരുംപടി ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് ആ മാതൃകയിലുള്ള ചോദ്യങ്ങൾ, ആയിരക്കണക്കിന് ചോദ്യങ്ങൾ ചോദ്യപ്പെട്ടിയുടെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് എത്തും. എത്രയും പെട്ടെന്ന് എൻ്റെ കോഴ്സിൻ്റെ ഭാഗമാകുക. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും HSA ഫിസിക്കൽ സയൻസ് ഏറ്റവും മികച്ച രീതിയിൽ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ നമ്മുടെ ലക്ഷ്യം 1ാം റാങ്കാണ്. ജസ്റ്റ് ലിസ്റ്റിൽ കയറുക എന്നുള്ളതല്ല, ടോപ്പ് റാങ്കിലേക്ക് എൻട്രിയുടെ ഉദ്യോഗാർത്ഥികൾ എത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ്, ആ വാശിയിലാണ് നമ്മൾ ഈ കോഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എല്ലാ ആശംസകളും നേരുന്നു. എല്ലാ ആശംസയും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി.